നമുക്ക് എന്ത് സംഭവിച്ചാലും മറ്റുള്ളവരെ സഹായിക്കണം എന്നാണല്ലോ അമ്മാവന്റെ അനന്തരവന്റെ പോളിസി. ഏതായാലും ഈ വിഷുവിനും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൈനീട്ടം വാങ്ങിയേ ജീവിക്കാൻ പറ്റൂ. അച്ഛനെ ദാസങ്ങളിൽ കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും, പറഞ്ഞേക്കാം. ഞാൻ ദാസന് എന്ത് വാക്കാ കൊടുത്തെന്ന് നിനക്കറിയോ അമ്പിളി? എന്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്. അതൊന്നും ആരോടും കൊട്ടിഘോഷിച്ചിട്ടല്ല ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിലും രഘുവേട്ടന്റെ എന്റെയും കാര്യത്തില് അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ. എല്ലാവരുടെയും ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചിയും രഘുവേട്ടനും ഞങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടവരാണെന്ന് അച്ഛന് തോന്നുന്നതുകൊണ്ടല്ലേ നിങ്ങളുടെ കാര്യത്തില് അച്ഛൻ അത്തരം വേവലാതിയൊന്നും ഇല്ലാത്തത്? അച്ഛൻ രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. ഞാനുള്ളത് വെച്ച് എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. രഘുവിനും അമ്പിളിക്കും വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷു കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പുതുതായി നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അതിൻ്റെതായ സമയം എടുക്കുമല്ലോ. ഇപ്പോ തൽക്കാലം ശബരിയുടെ കാര്യം നടക്കട്ടെ. അക്കൗണ്ടിലുള്ള 20 ലക്ഷം ഞാൻ ഉടനെ ശബരിക്ക് എടുത്തു തരാം. എന്താ രഘു? ശരിയമ്മോ, ബിസിനസ് കാര്യമല്ലേ? എത്രയും വേഗം പണം കിട്ടിയാൽ ശബരിക്ക് മെറ്റീരിയൽസ് വരുത്തി വർക്ക് തുടങ്ങാൻ പറ്റും. ചേച്ചി ചേച്ചി ലക്ഷ്മോളെ വാ, നമുക്ക് പോവാം. നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ചേച്ചി എന്തായി കാണിക്കുന്നത്? ചേച്ചി ഞങ്ങൾ പോവാനും ഉളുപ്പില്ലാതെ ഇറക്കാൻ വന്നിട്ട് അതിൽ ഉളുപ്പ് കെട്ടി ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്പിളി ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛനും രഘുവേട്ടനും ഒരു തീരുമാനം എടുത്താ അത് ചേച്ചി അംഗീകരിക്കണം. അല്ലെങ്കിൽ ശബരിയുടെ മുമ്പിൽ അവര് ചെറുതായി പോയില്ലേ? അവന് കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ചേച്ചി, നിങ്ങൾ എല്ലാവരുടെയും കാര്യം നടക്കട്ടെ. ഞാൻ എന്റെ മോളെ വല്ല തൊഴിലുറപ്പ് ജോലിക്കും പോയിട്ടേ വളർത്തിക്കോളാം കേട്ടാ. ചേച്ചി ചേച്ചി പറയുന്ന ഒന്ന് കേക്ക്. ചേച്ചി ചേച്ചി എടി നീ എവിടെ പോവാ? ഇതുവരെ ഞാൻ പോകുന്നു പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇനി പോയി കാണിച്ചു തരാം. അമ്പിളി ചേച്ചി പോവല്ലേ? ചേച്ചി അമ്പിളി ചേച്ചി നിക്ക. ചേച്ചി ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ചേച്ചി ഒന്ന് നിക്ക.